ഹലോ, നമസ്കാരം. നമ്മൾ ആക്ച്വലി ആദ്യം ബോർഡ് മാസിന്റെ കുറച്ച് പ്രോബ്ലംസും ബോർഡ് മാസ് എന്താണ്, എങ്ങനെയാണ് ഒരു മാത്സ് പ്രോബ്ലം ചെയ്യേണ്ടത്, ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പേഴ്സ്, ഓപ്പറേഷൻസ് ഇൻ ഓൺ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് കുറേ അധികം നമ്പർ സിസ്റ്റത്തിനകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് പഠിക്കാനുണ്ട്. ഇനി നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടെന്ന് കരുതുക. ഇപ്പൊ സപ്പോസ് 7 8 9 2 3 5 6 ഇങ്ങനെയാണ് ഈ നമ്പർ എന്ന് കരുതുക. ഈ നമ്പറിൽ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് എന്താ? ഇപ്പൊ ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ വൺസ് യൂണിറ്റ് ഡിജിറ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്രയും വലിയൊരു നമ്പർ ഓക്കെ ആണോ? ഈ ഒരു വലിയ നമ്പറിൽ ഈ 6 എന്താണ്? 6 എന്ന് പറയുന്ന യൂണിറ്റ് ഡിജിറ്റിലാണ്. അപ്പൊ 5 എവിടെയാണ് നിൽക്കുന്നത്? 5 നമ്മൾ പറയുന്നത് ടെൻസിലാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ അല്ലേ? പിന്നെ ഈ 3 നിൽക്കുന്നതോ? 3 എന്ന് പറയാൻ നേരത്ത് നമ്മൾ പറയും ഹൺഡ്രഡ്സിലാണ്, നൂറിലാണ്. ഓക്കെ ആണോ? ഹൺഡ്രഡ്സ്, ആ ഒരു പൊസിഷനെ പറയുന്നതാണ് ഹൺഡ്രഡ്സ്. ഇതിനെ എന്ത് പറയും? യെസ്, ഇത് നമ്മൾ പറയുന്നത് തൗസൻഡ്സ് എന്നാണ് പറയുന്നത്. 2000s അല്ലെ? 2356, 2356 എന്നല്ലേ പറയുന്നത്. അപ്പൊ 6 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ അല്ലേ? ഒരു വലിയ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ സിംപ്ലി നമുക്ക് 76 ആണ് ഒരു നമ്പർ എന്നുണ്ടെങ്കിൽ ഈ 6 എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് ആണ്. 7 എന്താണ്? അവിടുത്തെ ടെൻസിന്റെ ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ ടെൻസ് പറയും, ഇത് ഹൺഡ്രഡ്സ് പറയും, ഇത് തൗസൻഡ്സ് പറയും, ഇത് നമുക്ക് 10,000s പറയാം. ഓക്കെ അല്ലേ? അങ്ങനെ സോൺ നമ്മൾ പറഞ്ഞു പോന്നു. ഇനി നമുക്കിവിടെ മെയിൻലി നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു നമ്പറിന്, ഓക്കെ അല്ലേ? ഈ നമ്പറിനകത്ത് 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? അപ്പം ഈ ഓരോ നമ്പറിനും നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫേസ് വാല്യൂ, അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ. ഓർ ഈ പ്ലേസ് വാല്യൂവിനെ തന്നെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ലോക്കൽ വാല്യൂ. ഇത് വായിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ നോട്ട്സ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്നും പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ. ഈ ഫേസ് വാല്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ് ഒരു നമ്പർ എടുത്തു 6872. അപ്പം ഈ ഒരു 2 എന്ന് പറയുന്നതിന്റെ ഫേസ് വാല്യൂ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഓക്കെ ആണോ? 7 എന്ന് പറയുന്നതിന്റെ ഫേസ് വാല്യൂ എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. 8 എന്ന് പറയുന്നതിന്റെ ഫേസ് വാല്യൂ എന്ത് തന്നെയാണ്? 8 തന്നെയാണ്. 6 എന്ന് പറയുന്നതിന്റെ ഫേസ് വാല്യൂ 6 തന്നെയാണ്. ഇനി എന്താണ് നമുക്ക് പ്ലേസ് വാല്യൂ എന്ന് നോക്കാം. പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ എന്ന് പറയും. ഓക്കെ ആണോ? അതായത് നമ്മൾ ഒരു നമ്പർ, ഇപ്പൊ ഇവിടെ നമ്മൾ 6872 അല്ലേ എടുത്തത്. ഇതിൽ 7 ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? 2 ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? അതാണ് ഇവിടുത്തെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്ലേസ് വാല്യൂവിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോക്കൽ വാല്യൂ എന്നും വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 2 എന്ന് പറയുന്നത് എവിടെയാ കിടക്കുന്നത്? അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റൽ അല്ലേ ഇവിടെ 2 കിടക്കുന്നത് അല്ലെ? ഇവിടെ യൂണിറ്റ് ഡിജിറ്റിലാണ് 2 കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പ്ലേസ് വാല്യൂ യൂണിറ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് 2 × 1 2. ഇനി ഇവിടെ 7ന്റെ കേസ് എടുക്കാം. ഈ 7 എന്ന് പറയുന്ന അത് ടെൻസിന്റെ ഡിജിറ്റിലല്ലേ കിടക്കുന്നത്? നമ്മൾ ഒറ്റ, 10, 100, 1000 എന്നൊക്കെ പറയത്തില്ലേ? അതേപോലെ നമ്മൾ 7 എന്ന് പറയുന്നത് അത് ടെൻസിന്റെ ഡിജിറ്റിലാണ്. അപ്പൊ അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 7 × 10 70 ആണ് അതിന്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ. ഇനി ഇവിടെ 8ന്റെ കേസോ? യെസ്, 8 കിടക്കുന്നത് 100ലാണ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പൊസിഷനിലാണ് 8 കിടക്കുന്നത്. അപ്പൊ 8ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 8 × 100 വരും, 800 വരും. ഓക്കെ ആണോ? ഇനി ഇവിടെ ഈ ഒരു നമ്പറിൽ നമുക്ക് 6 എവിടെയാണ് കിടക്കുന്നത്? 1000 അല്ലെങ്കിൽ തൗസൻഡ്സിലാണ് നമ്മൾ 6 കിടക്കുന്നത്. അപ്പൊ അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 6 × 1000 നമുക്ക് എന്ത് വരും? 6000 ആണ് 6ന്റെ പ്ലേസ് വാല്യൂ. 6ന്റെ ഫേസ് വാല്യൂ എന്തായിരുന്നു? 6ന്റെ ഫേസ് വാല്യൂ 6 ആണ്. 6ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 6ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ അത് ഏത് പ്ലേസിലാണ്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം തൗസൻഡ്സിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ 1000-ൽ. ഓക്കെ അല്ലേ? അപ്പം തൗസൻഡ്സിലായതുകൊണ്ട് 6 × 1000. ഓക്കെ ആണോ? 6 × 1000 നമുക്ക് 6000 കിട്ടും. ഇനി 0 ഏത് പ്ലേസിൽ കിടന്നാലും അതിന്റെ പ്ലേസ് വാല്യൂ 0 തന്നെയായിരിക്കും. ഫേസ് വാല്യൂ 0 തന്നെയാണ്, പ്ലേസ് വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഇനിയിപ്പോ നോക്കിയേ, ഇവിടെ ഒരു ഇത് നോക്കാം. നമുക്കൊരു വലിയൊരു നമ്പർ ഉണ്ട്. ഓക്കെ ആണോ? ഈ നമ്പറിനകത്ത് ഇവിടെ നമുക്ക് വലിയൊരു നമ്പർ ഉണ്ട്. ഈ നമ്പറിനകത്ത് നമ്മൾ എന്ത് നോക്കുന്നു? ഫേസ് വാല്യൂ
സെവന്റെ ഫേസ് വാല്യൂ എന്താ? 7 തന്നെയാണ്. 9ന്റെ ഫേസ് വാല്യൂ എന്താ? 9 തന്നെയാണ്. ഇനി 4ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? പ്ലേസ് വാല്യൂ, അവിടെ ഫേസ് അല്ല, പ്ലേസ് വാല്യൂ. ഇതേ നോക്കിക്കേ, 4 എവിടെയാ കിടക്കുന്നത്? യെസ്, 4 ഇതേ ഈ ഒരു 1000 അല്ലെങ്കിൽ തൗസൻഡ്സിലാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1000, അതായത് 4000 വന്നു. ഇനി 3യുടെ എന്തായിരിക്കും? യെസ്, 3യുടെ 10,000ലാണ് കിടക്കുന്നത്. അപ്പം 3 ഇൻറ്റു 10,000. ഓക്കെ ആണോ? 10,000 ആയില്ലേ? ആയി. ഇനി അടുത്തത് പ്ലേസ് വാല്യൂ ഓഫ് 5 എവിടെയാ? 5 ദേ യൂണിറ്റ് ഡിജിറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 5 ഇൻറ്റു 1 വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 5 തന്നെ. അപ്പൊ പ്ലേസ് വാല്യൂ ഓഫ് 8ഓ? 8 ദേ ഇവിടെ കിടക്കുന്നത്. ഇവിടുത്തെ പ്ലേസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേസ് വാല്യൂ ചോദിക്കാൻ നേരത്ത് നമ്മൾ എന്ത് തന്നെ എഴുതണം? യെസ്, ഇവിടെ നോക്കിക്കേ, എത്രലാ കിടക്കുന്നത്? യെസ്, 10 ലാക്കിലാണ് അല്ലെ? അപ്പം ഇൻറ്റു ഇത്ര നമ്മൾ ചെയ്യാൻ നേരത്ത് പ്ലേസ് വാല്യൂ ഓഫ് 8. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയതാണ്. ഇനി ലോക്കൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? യെസ്, പ്ലേസ് വാല്യൂ തന്നെയാണ് നമ്മുടെ ലോക്കൽ വാല്യൂ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് പണ്ട് തൊട്ടിട്ടേ അറിയാം. അപ്പൊ വേരിയസ് എന്ത് പഠിക്കണം? വേരിയസ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമുക്ക് പഠിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്തൊക്കെയാ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കുന്നത്. സീറോ വരില്ല. ഓക്കെ ആണോ? നാച്ചുറൽ നമ്പേഴ്സിൽ സീറോ വരുന്നില്ല. കൗണ്ടിങ് നമ്പേഴ്സ് 1 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഹോൾ നമ്പേഴ്സ് അടുത്ത ടൈപ്പ്. ഇതില് കൗണ്ടിങ് നമ്പറും വരും, പിന്നെ എന്തും കൂടി വരും? സീറോയും കൂടി വരും. അപ്പൊ 0, 1, 2, 3, 4, 5 എക്സെട്ര ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇൻഫിനിറ്റി വരെ വരും. അപ്പം ഈ സീറോയും നാച്ചുറൽ നമ്പേഴ്സും കൂടി കൂട്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത്, സ്പീഡ് ആണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ. ഇനി നെക്സ്റ്റ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ്, പോസിറ്റീവ് കൗണ്ടിങ് നമ്പേഴ്സും സീറോയും കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്സ്. അതായത് 2 ആണ് നമ്മുടെ കൗണ്ടിങ് നമ്പർ എങ്കിൽ -2 ആണ് നെഗറ്റീവ് ഓഫ് എ കൗണ്ടിങ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ -ഇൻഫിനിറ്റി ടു -3, -2, -1 സീറോയും വരും, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ ആണോ? അപ്പം ഇതാണ് നമ്മളെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു 1/2 വന്നാൽ അതിനെ നമ്മൾ ഇൻറ്റിജർ എന്ന് പറയില്ല. പകരം എന്താണ്? ഇതെല്ലാം 1, 2, 3 അങ്ങനെ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമുക്ക് 2 ടൈപ്പ് ഉള്ളതാണ്, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. അതായത് ഒരു ഫ്രാക്ഷന്റെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാഷണൽ നമ്പർ. ഓക്കെ അല്ലേ? അവിടെ ഈ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ, അതായത് p/q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ 9 എന്ന് പറയാൻ നേരത്തെ 18/2 എഴുതാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഇതൊരു റാഷണൽ നമ്പർ ആയി. ഓക്കെ ആണോ? പിന്നെ നമുക്ക് വേണമെങ്കിൽ 3/5 എന്ന് പറയുന്നതൊക്കെ ഒരു റാഷണൽ നമ്പർ ആണ്. ക്ലിയർ അല്ലേ? അപ്പം വേർ ക്യൂ നമുക്ക് ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 10/0 ഇങ്ങനെ നമുക്ക് വരാൻ പാടില്ല. ഓക്കെ അല്ലേ? ക്യൂ നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു ആണ്. വെരി സോറി. ക്ലിയർ അല്ലേ? അപ്പൊ ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് p/q വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാഷണൽ നമ്പേഴ്സ്. പിന്നെ ഞാൻ നോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയപ്പം ഇത് നോട്ട് ഈക്വൽ ടു ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ p/q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് √2, അതായത് ഇപ്പൊ നമ്മൾ √4 എടുത്തു എന്ന് കരുതുക. √4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 4. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 2 വരും. ഓക്കെ ആണോ? യെസ്. അപ്പം ആൻസർ നമുക്ക് എന്ത് വരും? 2 വരും. ഈ 2വിനെ നമുക്ക് വേണമെങ്കിൽ 8/4 4/2 എന്നൊക്കെ എഴുതിക്കൂടെ? അപ്പം ഈ √4 എന്താണ്? റാഷണൽ നമ്പർ ആണ്. പക്ഷെ √2ഉം √3യും എന്തല്ല? റാഷണൽ നമ്പർ അല്ല. അതിനെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ √2, √3, പൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. പിന്നെ അറിയാലോ, നമുക്കറിയാം ഈവൻ നമ്പേഴ്സും ഉണ്ട്, ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഈവൻ നമ്പേഴ്സ് എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് സീറോയും ഈവൻ നമ്പർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് അറിയാലോ ഓഡ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 2 കാര്യങ്ങളാണ് പ്രൈം നമ്പേഴ്സ്. ഒന്നാണ് പ്രൈം നമ്പർ. ഈ പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു നമ്പർ എടുത്തു. ഇപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 6 എടുത്തു. ഈ 6ന് നമുക്ക് എന്തുണ്ട്? 1 × 6 എന്ന് എഴുതാം അല്ലെ? അതിന്റെ ഫാക്ടേഴ്സ് ആണ് 2 × 3 എന്ത് തന്നെയാണ്? 6 ആണ്. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്തെടുക്കുന്നു? ഒരു 4 എടുത്തു എന്ന് കരുതുക. 4 എന്ന് പറയാൻ നേരത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്? 1 × 4 എഴുതാം, അല്ലെങ്കിൽ 2 × 2 എഴുതാം. അപ്പൊ ഇവിടുത്തെ ഫാക്ടേഴ്സ് ആരൊക്കെയാ വന്നേ? 1ഉം 2ഉം 4ഉം ഫാക്ടേഴ്സ് വന്നു. 4ന്റെ ഫാക്ടേഴ്സ്. 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെ വന്നു? 1ഉം വന്നു, 2ഉം വന്നു, 3ഉം വന്നു, 6ഉം വന്നു. ഓക്കെ ആണോ? അപ്പം ഈ 2 എണ്ണത്തിൽ നിന്നും 3ന്റെ ഒരു ഡിഫറൻസ് എന്തായിരിക്കും? 3ന് നമുക്ക് 1 × 3 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇവിടെ ആകെയുള്ള ഫാക്ടേഴ്സ് ആരേ ഉള്ളൂ? 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അതായത് ഈ 3 നമ്പറിൽ 6ല് ഫാക്ടേഴ്സ് 1, 2, 3, 6 ഉണ്ട്. 4ല് 1, 2, 4 ഉണ്ട്. 3ല് 1ഉം 3ഉം. അപ്പം ഏത് നമ്പറാണോ അവിടെ ആ നമ്പരും 1ഉം മാത്രമാണ് നമ്മൾ ഫാക്ടർ ആയിട്ട് വരുന്നത് എങ്കിൽ, ഗുണിക്കാൻ പറ്റുന്നത് എങ്കിൽ, അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ 6 പ്രൈം നമ്പർ ആണോ? അല്ല. 6ന് 1 മാത്രമല്ല, 2ഉം 3ഉം നമുക്ക് ഇതിനകത്ത് 6ഉം ഫാക്ടേഴ്സ് ആണ്. ഇനി 4ന് 1ഉം 2ഉം 4ഉം ഫാക്ടേഴ്സ് ആണ്. പക്ഷെ 3ന്റെ കേസ് എടുക്കുമ്പോഴോ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഇനി 5ന്റെ കേസ് എടുക്കാൻ നേരത്തോ 1 × 5 മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ആ നമ്പറും 1ഉം മാത്രമേ നമുക്ക് ഇവിടെ എന്തായിട്ട് വരുന്നുള്ളൂ? ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് നോക്കിയേ, ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, നെയിംലി ഇറ്റ്സെൽഫ് ആൻഡ് 1. അതും 1ഉം മാത്രം വരുന്ന ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ്. അപ്പം 100 എണ്ണൽ സംഖ്യയിൽ താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് പഠിക്കണേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കാരണം ക്വസ്റ്റ്യൻസ് ഇപ്പം പ്രൈം നമ്പേഴ്സ് അല്ലാത്തത് ഏത്, പ്രൈം നമ്പർ ഏത് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് എഴുതാം. ഓക്കെ ആണോ? അപ്പം പ്രൈം നമ്പർ ലെസ് ദാൻ 100 എന്ന് പറയാൻ നേരത്ത് നമുക്ക് എന്ത് എഴുതാം? 2, 3, 5, 7 അല്ലെ? 10ന്റെ താഴെയുള്ളത് ആരൊക്കെയാ? 2, 3, 5, 7. ഇനി ഈ പ്രൈം നമ്പറിനകത്ത് വരുന്ന ഒരേ ഒരു ഈവൻ നമ്പർ 2 മാത്രമാണ്. ഓക്കെ ആണോ? ബാക്കി എല്ലാം നോക്കിക്കേ ഓഡ് നമ്പർ ആണ്. ആകെ ഉള്ളൊരു ഈവൻ നമ്പർ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 11, 13, 17, 19, പിന്നെ 20 കഴിഞ്ഞിട്ട് 23, 29, 31, 37, പിന്നെ 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഓക്കെ ആണോ? ഇത്രയുമാണ് നമുക്ക് എന്ത് വരുന്നത്? യെസ്, നമ്മളുടെ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100ൽ വരുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ 100ൽ വരുന്നത് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇത് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇത്ര ടഫായിട്ട് വരില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമുക്ക് 137 പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ തൊട്ട് മുകളിലുള്ള സ്ക്വയർ ടേം ഏതെങ്കിലും നോക്കണം. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ സ്ക്വയർ ടേം പഠിക്കണം. ഇപ്പൊ 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, അങ്ങനെ ഒരു 15ന്റെ സ്ക്വയർ വരെ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. പിന്നെ അതേപോലെ തന്നെ ക്യൂബ് 1 തൊട്ടിട്ട് 10 വരെയുള്ളതിന്റെ ക്യൂബിന്റെ വാല്യൂ. ഓക്കെ ആണോ? ഇനി
സോറി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 137 കഴിഞ്ഞാൽ 138, 139, 140, 141, 142. അപ്പൊ ഈ സ്ക്വയർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 144 ഒരു സ്ക്വയർ ടേം ആണ്. ആരുടെ സ്ക്വയർ ടേം ആണ്? 12ന്റെ സ്ക്വയർ ടേം ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 144. നമ്മള് ഈ നമ്പറാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് പ്രൈം നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഏറ്റവും ചെറിയ സ്ക്വയർ ടേം എടുക്കുന്നു. അതായത് ഇവിടെ 12 സ്ക്വയർ ആണ് 144 എന്ന് പറയുന്നത്. അപ്പൊ ഈ 12 സ്ക്വയർ എന്ന് പറയുന്നത് 137നേക്കാളും വലുതല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു 12ന്റെ താഴെയുള്ള, ഓക്കെ അല്ലെ, 12നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതണം. ഓക്കെ ആണോ? അപ്പൊ 12ന്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ? 2, 3, 5, 7, 9, 11. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ചിട്ട് അടുത്തത് നോക്കിക്കോളൂ. ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് അധികം നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടെത്തില്ല. പക്ഷെ എന്നിരുന്നാലും വിട്ടുകളയരുത്, പഠിക്കണം. ഓക്കെ ആണോ? ഇപ്പോഴത്തേന് മാത്രം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ചാൽ മതി. പക്ഷെ ഞാനിത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കേൾക്കുക. അപ്പൊ നമുക്ക് 12നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 9, 11 എടുത്തു. ഓക്കെ ആണോ? ഈ ഓരോ നമ്പർ വെച്ചിട്ട് 137 ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 137 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 9 കൊണ്ട് പറ്റില്ല, 11 കൊണ്ട് പറ്റില്ല. അത് പറ്റാത്തത് കൊണ്ട് ഈ ഒരു നമ്പറിനെ നമുക്ക് എന്തെന്ന് പറയാം? യെസ്, ഇതൊരു പ്രൈം നമ്പർ ആണ്. മനസ്സിലായല്ലോ? നമ്മൾ 137 ഒരു ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ ഇത് പ്രൈം നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലുള്ള നമ്മൾ എന്തെടുത്തു? സ്ക്വയർ ടേം എടുക്കുന്നു. ആ സ്ക്വയർ ടേമിനകത്ത് ഇപ്പൊ 12 സ്ക്വയർ ആണ് നമുക്ക് 137നേക്കാളും മുകളിൽ, തൊട്ട് മുകളിൽ വരുന്ന സ്ക്വയർ ടേം. ഓക്കെ ആണോ? അപ്പൊ ആ 12നേക്കാട്ടിലും താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എടുത്തു. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പര് ഈ പ്രൈം നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 137 എന്താണ്? പ്രൈം നമ്പർ ആണ്. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നൺ ഓഫ് ദം. ഓക്കെ ആണോ? ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുക. ദേ 319. ഇതിലും നമ്മൾ 18ന്റെ സ്ക്വയർ 324 നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു 319നേക്കാളിലും മുകളിൽ വരുന്നത്. അപ്പൊ 18നേക്കാളും താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എഴുതിയിട്ട് ഇതിൽ ഏതെങ്കിലും ഈ 319നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 11 കൊണ്ടിട്ട് 319 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൈം നമ്പർ അല്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പറ്റുന്നില്ല എങ്കിൽ, സോറി, പറ്റുകയാണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. പറ്റുന്നില്ല എങ്കിൽ അത് പ്രൈം നമ്പർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പ്രൈം നമ്പർ? 100ൽ താഴെയുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണ്? ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതും ചെക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പൊ സപ്പോസ് നമ്മളൊരു 7 എടുത്തു. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് 7 എടുത്തു എന്ന് കരുതുക. അപ്പൊ 7ന്റെ തൊട്ട് മുകളിലുള്ള സ്ക്വയർ ടേം ദേ നോക്കിയേ, 3 സ്ക്വയർ ആണ് 9. ഓക്കെ അല്ലേ? ഇത് 7നേക്കാളും തൊട്ട് മുകളിലുള്ള സ്ക്വയർ ടേം ആണോ? യെസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 3നേക്കാളും താഴെയുള്ള എന്ത് എഴുതുക? 3നേക്കാളും താഴെയുള്ള യെസ് പ്രൈം നമ്പേഴ്സ് എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മാത്രമാണ് വരുന്നത്? ഇവിടെ നമുക്ക് വരുന്നത് 2 മാത്രമാണ്. ലെസ് ദാൻ 3യിൽ വരുന്ന പ്രൈം നമ്പർ. പ്രൈം നമ്പർ ലെസ് ദാൻ 3 ഇതിൽ വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെ ആണോന്നുണ്ടെങ്കിൽ ഈ ഒരു 2 എന്ന് പറയുന്നത് 7 കൊണ്ടിട്ട്, അതായത് 7നെ 2 കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റില്ലല്ലോ. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം അത് കാരണം 7 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, മറ്റൊരിടത്ത് ഇച്ചിരി വലിയ വാല്യൂസ് നോക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ എഴുതാൻ നേരത്തെ ഇങ്ങനെ എഴുതാം.
ഇത് നോക്കണം എന്നില്ല. ജസ്റ്റ് പി എന്ന് പറയുന്ന ഒരു ഗിവൺ നമ്പർ ആണ്. എൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് കൗണ്ടിങ് നമ്പർ ആണ്. എൻ സ്ക്വയർ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ പി ആണെങ്കിൽ നമ്മൾ പി ഡിവിസിബിൾ ബൈ എനി ഓഫ് ദ പ്രൈം നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. ഇനി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതെന്താണ്? പ്രൈം നമ്പർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് കോ പ്രൈം. എന്താണ് കോ പ്രൈംസ്? ഇതും എപ്പോഴും നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. എന്താണ് കോ പ്രൈം? ഇപ്പൊ ഈ കോ പ്രൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പർ ഉണ്ട്, പിന്നെ നമുക്ക് വരുന്ന എന്താണ്? കോ പ്രൈംസ്. ഈ കോ പ്രൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമ്മൾ എടുക്കുന്നു, ഇതാ 6 എടുക്കുന്നു, 12 എടുക്കുന്നു. ഓക്കെ അല്ലെ? 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 1 into 6ഉം പറ്റും, 2 into 3ഉം പറ്റും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ ആരൊക്കെയുണ്ട്? യെസ്, ഇവിടെ നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 6ന്റെ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ 12 എടുക്കുന്നു. അപ്പൊ 12 എടുക്കാൻ നേരത്ത് പോട്ടെ, നമുക്ക് 8 എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം അല്ലെ? 12 എന്ന് പറയുമ്പോൾ 6 into 2 അല്ലേ? ഇനി നമുക്ക് വേറൊരു നമ്പർ എടുക്കാം. എന്തെടുക്കാം? യെസ്, 14 എടുക്കാം. ഓക്കെ ആണോ? 14 എന്ന് പറയുമ്പോൾ 1 into 14 ഉണ്ട്, 2 into 7ഉം 14 ആണ്. നമുക്കിവിടെ എന്തെഴുതാം? 1, 2, 7, 14 എന്ന് പറയുന്നതും നമുക്ക് എന്താണ്? 14ന്റെ ഫാക്ടേഴ്സ് ആണ്. ഈ രണ്ടെണ്ണത്തിലും 6നും 14നും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? യെസ്, കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ 1ഉം 2ഉം ഇല്ലേ? 1ഉം 2ഉം കോമൺ ഫാക്ടേഴ്സ് വന്നു. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഇത് തന്നെ നമ്മൾ 18 ആയിരുന്നെങ്കിലോ? എയ്റ്റീനോ 24 എടുക്കാം അല്ലെ? 24 എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായനെ? 1 into 24 വരും. പിന്നെന്ത് വരും? യെസ്, 2 into 12 വരും. 3 into ഏതെങ്കിലും നമ്പർ വരുമോ? യെസ്, 8 വരും. 4 into 6, 4, 24 അല്ലെ? 5 വരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ ആരൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? 1, 2, 3, 4, 6, 8, 12, 24. ഇത്രയും വന്നു നമുക്ക് ഈ ഒരു 24ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? ഇതില് 6നും 24നും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആരൊക്കെയാ വന്നിരിക്കുന്നത്? 1 വന്നു, 2 വന്നു, 3 വന്നു, 6 വന്നു. ദേ കിടക്കുന്നു. ഓക്കെ ആണോ? 1 വന്നു, 2 വന്നു, 3 വന്നു, 6 വന്നു. അപ്പൊ ഇവിടെ കോമൺ ഫാക്ടേഴ്സ് 1ഉം 2ഉം വന്നു. ഇവിടെ 1, 2, 3, 6 വന്നു. ഇനി ഇതല്ലാതെ നമ്മൾ ഇതേ നോക്കിയേ, 8 എടുത്തു. 8 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല, ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്, പ്രൈം നമ്പർ അല്ല. പക്ഷെ 8നെ നമുക്ക് 1 into 8 എന്ന് എടുത്തു. ഇനി 2 into 4 എന്നും നമുക്ക് എടുക്കാം. അപ്പൊ ഫാക്ടേഴ്സ് ആരൊക്കെയാ വന്നേ? 1, 2, 4, 8. ഇനി 11നെ എടുത്തു. 11നെ എടുത്തപ്പോ നമുക്ക് 1 into 11 മാത്രമേ വരുന്നുള്ളൂ. പ്രൈം നമ്പർ ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ ഫാക്ടേഴ്സ് 1ഉം 11ഉം മാത്രം. അപ്പം 8ന്റെയും 11ന്റെയും കോമൺ ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോമൺ ഫാക്ടർ ആയിട്ട് ആര് മാത്രമേ വരുന്നുള്ളൂ? എക്സാക്ട്ലി, ഇവിടെ 1 മാത്രമേ നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. ആർക്കിടയ്ക്കാണ്? 8നും 11നും. ഓക്കെ അല്ലേ? അങ്ങനെ രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ 1 മാത്രമാണെങ്കിൽ നമ്മൾ ആ രണ്ട് നമ്പറിനെയും എന്തെന്ന് വിളിക്കും? കോ പ്രൈംസ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ആ രണ്ട് നമ്പറിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? കോ പ്രൈംസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ കോ പ്രൈംസിന്റെ ഒരു കോമൺ ഇതെന്താണ്? രണ്ട് നാച്ചുറൽ നമ്പർ എയും ബിയും ഉണ്ട്. അതിന്റെ കോ പ്രൈം എന്ന് പറയുന്നത് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കും. അതായത് അവിടുത്തെ കോമൺ ഫാക്ടർ ആര് മാത്രമേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ അവിടുത്തെ HCF എന്ത് പറയാം? യെസ്, HCF അവിടെ 1 ആണ്. ഓക്കെ അല്ലേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ
കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാം? കോ പ്രൈംസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ 2 3 4 5 7 9 8 11. അതെല്ലാം നമുക്ക് എന്താണ്? 8 12 വരുമോ? ഇല്ല, അവിടെ 1 2 വരും. അപ്പം 8 11 അതൊക്കെ നമുക്ക് എന്താണ്? കോ പ്രൈംസ്. രണ്ട് നമ്പേഴ്സിന് കോമൺ ആയിട്ട് ഒരു ഒന്ന് മാത്രമാണ്, ഒരു എന്നല്ല ഒന്ന് മാത്രമാണ് അവിടുത്തെ കോമൺ ഫാക്ടർ എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന എന്താണ്? കോ പ്രൈംസ് എന്ന് വിളിക്കും. പിന്നെ ബോർഡ് മാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ ആണോ? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാവേ. നമ്മുടെ നമ്പേഴ്സിനകത്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പം ഇനി ഇതിനകത്ത് നമ്മളെ നമ്പേഴ്സിനകത്ത് ഡിവിസിബിലിറ്റി ആണ് പഠിക്കാനുള്ളത്. ഡിവിസിബിലിറ്റി. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് LCM HCF അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീൻസ് ഒരു ബേസിക് ലെവലുണ്ട്, മീഡിയം ലെവലുണ്ട്, ഹൈ ലെവലും വരുന്നുണ്ട്. ഇപ്പൊ ഇത് ജസ്റ്റ് ആഡ് ചെയ്യാൻ മാത്രമാണ്. ഓക്കെ അല്ലേ? നമ്പേഴ്സ് ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, 0. യെസ്, 0.196, 1.96, 19.6, 196. അപ്പൊ ഇതിൽ പോയിന്റ് എങ്ങനെ കൊടുക്കണം, എങ്ങനെ ആഡ് ചെയ്യണം? ഇവിടെ 196 പോയിന്റ് 0 ആയിരിക്കുമല്ലോ വരുന്നത്. പോയിന്റ് കഴിഞ്ഞ 0 ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ടാണ് അവിടെ 196 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി അടുത്തേത് 19.6 ഈ പോയിന്റ് ഇവിടെ തന്നെ വരാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? 19.6. ഇനി അടുത്തത് 1.96. അപ്പൊ 1.96. അടുത്ത എന്ത് വരുന്നുണ്ട്? 0.196. അപ്പൊ പോയിന്റ്, അപ്പൊ ഇവിടെ നമുക്ക് 0 പോയിന്റ് കൊടുക്കാം അല്ലെ? 196 വേണമെങ്കിൽ ഇതേ ഇവിടെ 0 പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0ക്ക് വാല്യൂ ഇല്ല. അതായത് 1.609 ആണെങ്കിൽ ആ 0ക്ക് വാല്യൂ ഉണ്ട്. പക്ഷെ 1.690 ആണെങ്കിൽ നമുക്കിതിനെ 1.69 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ആൻസർ എന്ന് പറയാൻ നേരത്ത് ഇവിടെ 6 വരും അല്ലെ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ 6 + 9 15 വരും. ബാലൻസ് 1 ഇവിടെ. അപ്പം ഇവിടെ വരുമ്പം 9 1 10 17 വരും. ഓക്കെ ആണോ? അപ്പൊ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കേ, 756 ഉണ്ട്, ഇവിടെ 756 ഉണ്ട്. രണ്ടെണ്ണത്തിൽ വന്നല്ലേ? അപ്പൊ ഒറ്റയടിക്ക് ആൻസർ അങ്ങനെ എഴുതരുതേ. പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ, അപ്പൊ ഇവിടെ 17 വന്നു. ബാലൻസ് എന്ത് വന്നു? 1 സിസ്റ്റം വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട് അല്ലെ? 1 സിസ്റ്റം വന്നില്ലേ? 9 1 10 17. ബാക്കി ഇവിടെ 9 1 10 എഗെയിൻ നമുക്ക് 17 വന്നു. ഇവിടെ 9 1 10 1 11 വന്നു. ഇവിടെ നമുക്ക് 217 ഫസ്റ്റ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയുള്ളത് വരാൻ നേരത്ത് നമ്മൾ ഈ പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് കറക്റ്റ് സ്ഥലത്തായിട്ട് വെച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ? പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇത് നോക്കിക്കേ, ഇത് തന്നെ സബ്സ്ട്രാക്ഷൻ. അപ്പം ഇവിടെയും നമുക്ക് 1.004 0.4 ഇവിടെ ഞാൻ നോക്കിയാൽ ആ പോയിന്റ് കറക്റ്റ് പ്ലേസിൽ വെച്ചു. എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 0 ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. 4 - 0 4. ഓക്കെ ആണോ? 0 - 0 0. ഇവിടെ വരുമ്പം 0 - 4 ആണ് വരുന്നത്. ആ 0 - 4നെ നമുക്ക് ഈ 0ക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വാല്യൂ എടുക്കാം അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ എടുക്കുന്നത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പം? യെസ്. അപ്പൊ ഇവിടുന്ന് ഒരു വാല്യൂ എടുക്കുമ്പം ഇത് 10 ആവും. ഓക്കെ ആണോ? ഇവിടുന്ന് 1 എടുക്കുമ്പം ഇവിടെ 10 ആവും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരുന്നത്? യെസ്, 10 - 4 എന്ന് പറയാൻ നേരത്ത് നമുക്കിവിടെ 6 വരും പോയിന്റ്. അപ്പൊ ഇവിടെ 1 ഓൾറെഡി എടുത്തു. 1 ഓൾറെഡി അവിടെ കൊടുക്കുമ്പോൾ അവിടെ 10 ആണ് കേട്ടോ വരുന്നത്. അപ്പം 1 ഓൾറെഡി എടുത്തതുകൊണ്ട് ഇത് 0. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരും? 0.604. ഓക്കെ ആണോ? ഒരു സെക്കൻഡ്. ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കണേ. ഇവിടെ നമുക്ക് വരുമ്പം 123 പോയിന്റ്, അത് കഴിഞ്ഞിട്ട് അതെന്ത് വരും? യെസ്, പോയിന്റ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്തു എന്ന് കരുതുക. അപ്പൊ ഇവിടെ എന്ത് വരും? യെസ്, 12.3. അടുത്ത എന്ത് വരും? 1.23 വരുന്നുണ്ട്. അടുത്തത് എന്ത് വരും? യെസ്, 0.123. അടുത്ത എന്ത് വരും? 0.0123. ഓക്കെ. അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി
ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, പോയിന്റ്സ് സെയിം പോയിന്റിൽ തന്നെ ആവണം. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതേ നോക്കിയാൽ 3 + 2 5 വരും. 3 + 2 + 1 നമുക്ക് എന്ത് വരും? 6 വരും. പിന്നെ ഇവിടെ നോക്കിയാൽ 3 + 2 + 1 നമുക്ക് എഗെയിൻ നമുക്ക് എന്ത് വന്നു? 6 വന്നു അല്ലെ? പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ 3 + 2 ഇവിടെ 6 വന്നു, ഇവിടെ 2 + 1 3 വന്നു, ഇവിടെ 136.6653. ഇതാണ് ആൻസർ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ. ഇനി ഇവിടെ വരുമ്പോൾ വീണ്ടും ബോർഡ് മാസ് ആയല്ലേ, പക്ഷെ ഇത് ഫുൾ ഡിവിഷൻ അല്ലേ? ബോർഡ് മാസിനകത്ത് നമ്മൾ ഡിവിഷൻ ആണ്. ഈ ഡിവിഷൻ നമ്മൾ എവിടുന്നാ ചെയ്തു തുടങ്ങേണ്ടതെന്ന് അറിയാമോ? ഡിവിഷൻ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്തു തുടങ്ങേണ്ടത്. ഓക്കെ ആണോ? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ഡിവിഷൻ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ 1/13 ഡിവൈഡഡ് ബൈ 1/13 ഡിവൈഡഡ് ബൈ 1/13 ഡിവൈഡഡ് ബൈ 1/13 ഡിവൈഡഡ് ബൈ 1/13. അപ്പൊ ഇതിൽ ആദ്യം ഇത് ചെയ്യുക. അപ്പൊ നമ്മൾ 1/13 ഇൻറ്റു 13 കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നേരെ ഉൾട്ടയാക്കുക. ഇവിടെ നമുക്ക് 1/13 തന്നെ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ബാക്കി ഇത്രയും കിടക്കുന്നു. ഇനി നെക്സ്റ്റ് ഈ 13 ഈ 13 കട്ട് ചെയ്തിട്ട് 1 ഇവിടെ ഉണ്ടാവും. അപ്പോൾ എഗെയിൻ ഈ ഒരു ഡിവിഷനെ നമുക്ക് മാറ്റാം, ഇൻറ്റു 13. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ 1/13 ഡിവൈഡഡ് ബൈ 1/13. ഓക്കെ. ഇനി ഇവിടെ 13 ഡിവൈഡഡ് ബൈ 1/13 അല്ലേ? അപ്പം ഇവിടുത്തെ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അങ്ങനെ മാറ്റുമ്പോൾ ഈ 1/13 നമുക്ക് എന്താവും? 13 ആവും. എഗെയിൻ നമുക്ക് 1/13 ഉണ്ട്. അപ്പൊ നമുക്ക് 13 × 13 × 13. അപ്പൊ 13ന്റെ ക്യൂബ് ആണ് വന്നത്. അപ്പൊ 13 × 13 × 13 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യെസ്, 13 × 13 ചെയ്യാൻ നേരത്ത് തന്നെ നമുക്ക് 169 കിട്ടുവേ. ഇൻറ്റു 13 കൂടെ ചെയ്യാൻ നേരത്ത് നമുക്കിതേ ഇവിടെ യെസ് 9 3 നമുക്ക് എന്ത് കിട്ടും? 7 അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 169 × 13 നമ്മൾ ചെയ്യാൻ നേരത്ത് യെസ് ഇവിടെ നമുക്ക് 9 3 യെസ് 27 അല്ലെ? ഇങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യുക, അല്ലെങ്കിൽ 13ന്റെ ക്യൂബ് ടേം നമ്മൾ കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കുക. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരും? ഒന്ന് വേഗം ചെയ്തേ. യെസ്, ഇവിടെ നമുക്ക് അപ്പൊ നമുക്ക് എന്ത് വരും? ഓഫ് കോഴ്സ് ഓക്കെ 2917 വന്നു. ക്ലിയർ? ടു 2197 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? പിന്നെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ നോക്കിയേ, 1/12 ഡിവൈഡഡ് ബൈ 1/12 ഡിവൈഡഡ് ബൈ 1/12. അപ്പൊ ഇവിടെയും നമ്മൾ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം മൾട്ടിപ്ലൈ ആക്കാൻ. അപ്പൊ 1/12 മൾട്ടിപ്ലൈഡ് ബൈ അല്ലെ, ഡിവിഷൻ മൾട്ടിപ്ലൈ ആക്കാൻ നേരത്ത് ഈ 1/12നെ ഉൾട്ടയാക്കാം. ഡിവൈഡഡ് ബൈ 1/12 ഡിവൈഡഡ് ബൈ 1/12 ഡിവൈഡഡ് ബൈ 1/12. അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം. 1 ഡിവൈഡഡ് ബൈ 1/12 ഡിവൈഡഡ് ബൈ 1/12 ഡിവൈഡഡ് ബൈ 1/12. ലാസ്റ്റ് ഇത് ഇങ്ങനെ എല്ലായ്പ്പോഴും ഇത് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു നമ്പർ എങ്ങാനും കൂടി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ മാറും, ആൻസർ മാറും. അതുകൊണ്ടാണ് ഇത് കാണാപ്പാടം പഠിച്ചു പോകരുത്. ഓ ഇങ്ങനെ വന്നാൽ 12 × 12 × 12 ആണ് എന്നോ പറഞ്ഞേ പോകരുത്. ഡിവൈഡഡ് ബൈ ഇടയ്ക്കൊരെണ്ണം മാറിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മാറും. അപ്പൊ ഇത് ചെയ്ത് തന്നെ നോക്കുക. ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? യെസ് 1728 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലെ? ഇത് ചെക്ക് ചെയ്യണേ. ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ 27ഉം 72 മാറിയില്ലേ? അപ്പൊ 1728 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചുകൂടെ കടുങ്കട്ടിയായില്ലേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ നമുക്ക് 2/5 ഓഫ് എക്സ്, 3/10 ഓഫ് എക്സ്, 3/5 ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ബോട്ട് മാസ് ആണ്, ഈക്വൽ ടു ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് 2x/5 എന്ന് എഴുതാം, പ്ലസ് 3x/10 എന്ന് എഴുതാം, 5 എന്ന് എഴുതാം, ഈക്വൽ ടു 531 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഇവിടെ നോക്കിയേ എക്സ് സെയിം ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എക്സ് ഒന്നെങ്കിൽ നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഇവിടെ 10 ആക്കിയാൽ പോരെ. അപ്പൊ ഇൻറ്റു 2 കൊടുക്കാൻ നേരത്ത് ഇവിടെ ഇൻറ്റു 2 കൊടുക്കുക, ഇവിടെ ഇൻറ്റു 2 കൊടുക്കാൻ നേരത്ത് ഇൻറ്റു 2 കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും ആൻസർ? യെസ്, ഇവിടെ 4x/10 വരും പ്ലസ് 3x/10 മൈനസ് 6x/10 ഈക്വൽ ടു 531. അപ്പൊ ഈ 10 എല്ലാം ഡിനോമിനേറ്ററിൽ സെയിം ആയതുകൊണ്ട് കോമൺ ആയിട്ട് എഴുതാം. 4x പ്ലസ് 3x മൈനസ് 6x ഈക്വൽ ടു 531. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? യെസ്, മൾട്ടിപ്ലൈ ആവും. ഇവിടെ 4x പ്ലസ് 3x 7x മൈനസ് 6x 1x. അപ്പൊ നമുക്ക് x എന്ത് വരും? 5310. എവിടെ? യെസ്. ഓക്കെ. പിന്നെ സ്പീഡിൽ ചെയ്യുക, ടൈം കൺസ്യൂം ചെയ്യരുത്. ഇതൊക്കെ സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ സ്പീഡിൽ ചെയ്യുക. ഇനി ഇവിടെ നോക്കിയേ, ഇത് കാണുമ്പോൾ ഭയങ്കര വലിയ പ്രോബ്ലം ആയിട്ട് തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. 3 × 3/5 × 3 3/5 പ്ലസ് 2 × 3 3/5 × 2/5 പ്ലസ് 2/5 × 2/5. ഈ പ്ലസിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ. യെസ്, ഇതിനെ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ a × a പ്ലസ് ഇതിനെ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ b × b പ്ലസ് ഇവിടെ നോക്കിയേ 2 × a × b. ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് a² പ്ലസ് 2ab പ്ലസ് b². ഓക്കെ ആണോ? ഈ a²നെയാണ് a × a പ്ലസ് 2 × a × b പ്ലസ് b × b എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് ഈ ഒരു ഫോർമുലയൊക്കെ എഴുതിക്കൂടെ? അപ്പൊ നമുക്കിവിടെ a ഈക്വൽ ടു 3 3/5 എന്നും b ഈക്വൽ ടു 2/5 എന്നും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നമുക്ക് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രാക്ഷൻ ഫോമിലാക്കാലോ. 3 ഇങ്ങനെ a b/c നമ്മൾ എങ്ങനെ എഴുതുന്നത്? a × c പ്ലസ് b ദ ഹോൾ ഡിവൈഡഡ് ബൈ c എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് വരും? 3 × 5 15. ഇവിടെ നമുക്ക് 18/5 എന്ന് വരും. നമ്മൾ നോക്കിയേ, എഗെയിൻ 18/5 പ്ലസ് ഇതിനെ a പ്ലസ് b ദ ഹോൾ സ്ക്വയർ ഫോമാറ്റിൽ എഴുതാം. അപ്പൊ 18/5 2/5 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 18 പ്ലസ് 2നെ നമുക്ക് മുകളിൽ ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ ഇങ്ങനെ എഴുതി, സ്ക്വയർ വന്നു. ഇനി 20ഉം 5ഉം വെട്ട് കളയാൻ പറ്റും. യെസ്, 5ൽ 4 തവണ 5 4 20. അപ്പൊ നമുക്ക് 4² വരും. ആൻസർ 16. കണ്ടോ, എന്ത് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ a² പ്ലസ് 2ab പ്ലസ് b² ഇതിലാണോ തന്നിരിക്കുന്നത്. അങ്ങനെയാണോന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സീരീസ്. ഇത് ശരിക്കും നിങ്ങൾ മറ്റേ ആപ്റ്റിറ്റ്യൂഡിനകത്തും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ മാത്സിനകത്തും മാത്തമാറ്റിക്കൽ നമ്പർ സിസ്റ്റത്തിനകത്തും സീരീസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്, നമ്മളിപ്പോൾ നമ്പർ സിസ്റ്റം പഠിക്കുന്നത് കൊണ്ട്. അപ്പം ഇതിനകത്ത് വരാൻ നേരത്ത് നമുക്ക് എന്താണ് വരുന്നത്? യെസ്, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. ഇത് നോക്കിയാൽ 36 34 30 28 24 ഡിസെൻഡിങ് ഓർഡറിലാണ് അല്ലെ, കുറഞ്ഞു കുറഞ്ഞു വരിക. എത്രയാ കുറയുന്നത്? 2 ആണോ കുറയുന്നത്? യെസ്, ഇവിടെ 36ന്ന് 2 കുറഞ്ഞു അല്ലെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് യെസ്, എഗെയിൻ 2 കുറഞ്ഞു, പിന്നെ 4 കുറഞ്ഞു. ഓക്കെ, എഗെയിൻ നമുക്ക് എത്ര കുറഞ്ഞു? 2 കുറഞ്ഞു, പിന്നെ എഗെയിൻ നമുക്ക് 4 കുറഞ്ഞു. അപ്പൊ അടുത്ത എത്രയായിരിക്കും? യെസ്, 2 ആയിരിക്കും കുറയുന്നത്. ഓക്കെ ആണോ? അപ്പം അങ്ങനെ വരുമ്പം 22 ആണ് നമുക്ക് ആൻസർ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, 22 21 23 22 24 23. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് നോക്കിക്കേ, ഇതിപ്പോ +1 +2 പ്ലസ് -1 അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി, ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെ വരാൻ നേരത്ത് ഈ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. ഇവിടെ നോക്കിയേ, 22 + 1 23 + 1 24. അടുത്ത എന്ത് വരും? 25 വരും. ഇവിടെ നോക്കിയേ, 21 22 23 24 അടുത്ത വരത്തുള്ളൂ. നമുക്കിവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ 25. രണ്ടെണ്ണം ചോദിക്കുന്നതുണ്ട്. ഇത് നോക്കിക്കേ, യെസ്, ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയി അല്ലെ. ഡിഫറെന്റ് എന്ന് പറയാൻ നേരത്ത് നമുക്കിവിടെ എത്രയായി, നമ്പർ എത്രയായി വ്യത്യാസം വന്നത്? യെസ്,
ഇവിടെ 53 2 തവണ വന്നു. അടുത്തത് 40 27. അപ്പൊ ഇവിടെ 53 2 തവണ കഴിഞ്ഞിട്ട് അടുത്തത് കുറഞ്ഞത് 13 കുറഞ്ഞു. അടുത്തത് 2 തവണ വന്നിട്ട് എഗെയിൻ -13. അടുത്തത് 2 തവണ വന്നിട്ട് അടുത്തതും കുറയേണ്ട എത്രയാ? -13. 27 -13 ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? യെസ്, 14. ഇതെല്ലാം ഓരോ ടൈപ്പ് ആണ് കേട്ടോ, നമ്പർ സീരീസിന്റെ നമ്പർ സിസ്റ്റത്തിനകത്ത് തന്നെ വരുന്നത്. ഇത് കൈൻഡ് ഓഫ് ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് വരുമ്പം 2 എണ്ണം വെച്ചിട്ട് നോക്കുക. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇവിടെ നോക്കാൻ നേരത്ത് 8 12 ഇതൊന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരണേ. എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് അയച്ചു തരണം. 12 13 14. അടുത്ത എന്ത് വരും? 12 13 14 15 വരും. അടുത്തത് എന്ത് വരും? 8 9 10 11 12. 15ഉം 12ഉം ഇവിടെ ദേ വന്നു. ഓക്കെ ആണോ? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് ചെയ്തു കിട്ടും. ഇനി അടുത്തത് ദേ നോക്കിയേ, വേറൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കോപ്രൈം നമ്പർ പെയർ? കോപ്രൈം നമ്പർ, ആ ഒരു നമ്പറിനകത്ത് കോമൺ ഫാക്ടർ ആര് മാത്രമേ വരാവൂ? യെസ്, 1 മാത്രമേ വരാവൂ. അപ്പം 3ഉം 9ഉം, 3ക്കകത്ത് 1 × 3, 9നകത്ത് 1 × 9 വരും. പിന്നെ ആര് വരും? യെസ്, 3 × 3 വരും. അപ്പൊ ഇവിടെ കോമൺ ഫാക്ടേഴ്സ് 1ഉം വന്നു, 3ഉം വന്നില്ലേ? അപ്പൊ ഇതല്ല കോപ്രൈം. ഇനി 5ഉം 75ഉം, ഓഫ് കോഴ്സ് ഇവിടെ 1ഉം വരും 5ഉം വരും. ഓക്കെ അല്ലേ? അപ്പം ഇതും നമുക്ക് കോപ്രൈം അല്ല. ഇനി 7ഉം 9ഉം കോപ്രൈം ആണോ? യെസ്, 7ഉം 9ഉം കോപ്രൈം നമ്പർ ആണ്. അപ്പൊ കോപ്രൈം നമ്പർ പെയേഴ്സ് 7ഉം 9ഉം, 1 × 7 പിന്നെ 1 × 9. അപ്പൊ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ നമുക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ? 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത്, യെസ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിമൈൻഡർ തിയറം ആണ്. റിമൈൻഡർ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ? ഒരു നമ്പർ n നമുക്ക് ഡിവൈഡഡ് ബൈ അനദർ നമ്പർ ചെയ്യുകയാണെന്ന് കരുതുക. അനദർ നമ്പർ x, ഇതാണ് റിമൈൻഡർ തിയറം. ഓക്കെ ആണോ? ദെൻ നമുക്കൊരു റിമൈൻഡർ കിട്ടുമല്ലോ. ഒരു നമ്പർ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും. അപ്പൊ ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ബാലൻസ് വരുന്നത് അല്ലേ? ഇപ്പം 16നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരും? യെസ്, 5 × 3 ആണ് 15. അപ്പൊ ബാലൻസ് എന്ത് വരും? റിമൈൻഡർ നമുക്ക് 1 വരും. ഓക്കെ ആണോ? അപ്പം റിമൈൻഡർ തിയറം പറയുന്നത് ഈ സെയിം നമ്പർ തന്നെ 16 തന്നെ നമ്മൾ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 16 തന്നെ നമ്മൾ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പൊ 15 കൊണ്ട് തന്നെ. ഈ 15 5ന്റെ മൾട്ടിപ്ലൈ ആണെന്ന് കരുതുക. 5ന്റെ മൾട്ടിപ്ലൈ ആണെന്ന് കരുതുക. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് സെയിം റിമൈൻഡർ കിട്ടുമെന്നാണ് റിമൈൻഡർ തിയറം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 56, അതായത് എക്സ് നമ്മൾ 56 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി? 29 കിട്ടി. ഇനി ഈ സെയിം നമ്പർ എക്സ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? അപ്പം ഇത് നമുക്ക് നോക്കേണ്ടത് ഈ 29, ഓക്കെ അല്ലേ? 56 divided by the remainder 29 if the same number is divided by 8. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? യെസ്, 56 8ന്റെ മൾട്ടിപ്ലയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ ആണോ? 56 8ന്റെ മൾട്ടിപ്ലയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ആണോ? അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അപ്പൊ 56 8ന്റെ മൾട്ടിപ്ലയർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതെ, ആണല്ലേ? 56 divided by 8 ചെയ്യുക. അപ്പൊ അത് മൾട്ടിപ്ലയർ ആണ്. 8 × എത്രയാണ് വരുന്നത്? യെസ്, 8 × 7 ആണ് നമുക്ക് 56 വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ റിമൈൻഡർ എന്ത് തന്നെയായിരിക്കും? 29. ഈ 29നെ 8 കൊണ്ട് നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക?
അപ്പൊ സെയിം റിമൈൻഡർ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം സെയിം റിമൈൻഡർ 29നെ നമുക്ക് എഗെയിൻ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 8 ഇൻറ്റു നമുക്ക് ആൻസർ എന്ത് വരും? യെസ്, 8 ഇൻറ്റു 3 24 അപ്പൊ 29നെ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര വരും? യെസ്, 5 റിമൈൻഡർ വരും. ഇതൊന്ന് മനസ്സിലാക്കണേ. ഈ ഒരു ടൈപ്പ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ ആണോ? 56നെ ഒരു നമ്പറിനെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 29 റിമൈൻഡർ ആയിട്ട് കിട്ടി. ആ സെയിം നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, ഓക്കെ ആണോ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ 56ന്റെ 8ന്റെയും മൾട്ടിപ്ലയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 29 തന്നെ ആയിരിക്കും നമുക്ക് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ 29/8 ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പൊ അതിനകത്ത് റിമൈൻഡർ വരുന്നതാണ് നമ്മളുടെ ഫൈനൽ റിമൈൻഡർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ? ഇതിനകത്ത് പ്രൈം നമ്പർ അല്ലാത്തത്. അപ്പൊ ഇതെന്ത് പഠിച്ചാൽ മതി? ആ 100ന്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സിനകത്ത് ഇതിനകത്ത് ഏതില്ല എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ഇല്ലാത്തത് 91 മാത്രമാണ്. ക്ലിയർ അല്ലേ? 91 നമുക്ക് 13 ഇൻറ്റു 7 ആണ് നമുക്ക് എന്ത് വരുന്നത്? 91 വരുന്നത്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം. ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ ഇന്റർചേഞ്ചിങ് 2 ഡിജിറ്റ് നമ്പർ. ഇതും ഞാൻ ഒന്നുകൂടെ ചെയ്തു തരാം. ഓക്കെ ആണോ? അപ്പൊ ഇത് അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ നമുക്ക് 2 2 ഡിജിറ്റ് നമ്പർ. അപ്പം ഇപ്പൊ 21നെ നമുക്ക് 20 + 1 എന്ന് എഴുതിക്കൂടെ? 34നെ നമുക്ക് 30 + 4 എന്ന് എഴുതിക്കൂടെ? ഇതേപോലെ എ ബി എന്ന് പറയുന്ന 10a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ഓക്കെ ആണോ? എ ബി എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പം ഇതിനെ ഇന്റർചേഞ്ച് ചെയ്ത് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ബി ഇൻറ്റു 10b + a എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഇപ്പൊ ഇവിടെ നോക്കിയേ, ഒരു നമ്പർ ഇന്റർചേഞ്ച് ചെയ്തു. ഒരു 2 ഡിജിറ്റ് നമ്പർ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ നമ്പറിനെക്കാളും 18 നമ്പർ ലെസ് ദാൻ ആണ് കിട്ടിയത്. അതായത് ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ളതല്ലേ ഇത്. അപ്പം 10a + b മൈനസ് 10b + a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ സം ഓഫ് ദ 2 ഡിജിറ്റ് ഈസ് ദ നമ്പർ ഈസ് 16. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് a + b സം ഓഫ് ദ 2 ഡിജിറ്റ്സ്. അത് നമുക്ക് a + b നമുക്ക് അറിയുള്ളൂ. നമുക്ക് എന്ത് കിട്ടും? 16 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് 10a + b മൈനസ് 10b മൈനസ് a = 18 കിട്ടും. അതർവൈസ് 9a മൈനസ് 9b = 18 എന്ന് കിട്ടും. ഇല്ല എങ്കിൽ a - b = 2 എന്ന് കിട്ടും. a - b = 2, a + b = 16. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഈ ഒരു ഫസ്റ്റിലത്തെ എ ബി എന്ന് പറയുന്നതിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? അത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മൾ ഡിവിസിബിലിറ്റി പഠിക്കുവേ.